ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച് ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ് മഹ്ഫൂജ് ആലം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിന് പിന്നാലെയാണ് ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് ആ ഫേസ്ബുക്കിലെ പരാമർശം? കൂടുതൽ വിവരങ്ങൾ, ഏതു രീതിയിലാണ് ഭാരതം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? ആലം എന്നുള്ളത് ഇടക്കാല സർക്കാരിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ഉപദേഷ്ടാവാണ്. വിദ്യാർത്ഥി ഉപദേഷ്ടാവ് എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ഇപ്പോൾ നോക്കുന്നത്. പ്രധാനമായും ഈ ജൂലൈ മാസത്തിലുണ്ടായ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ ബംഗ്ലാദേശിലുണ്ടായ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ സൂത്രധാരൻ ഈ ആലമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഭാരതം ഈ ബംഗ്ലാദേശിൻ്റെ പൂർണ്ണമായ വിമോചനം അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണം അത് ഉറപ്പാക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ ചില പ്രവിശ്യകൾ കൂടി ബംഗ്ലാദേശുമായി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ആവശ്യം ഉന്നയിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഭാരതത്തിൻ്റെ ശ്രദ്ധയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. വിദേശകാര്യ വക്താവ് സൂചിപ്പിച്ചത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഇത്തരം കമൻറ്റുകൾ പറയുന്നതിന് മുമ്പ് കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം കമൻറ്റുകൾ പുറപ്പെടുവിക്കാവൂ എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഭാരതം ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. ഈ ആലം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ സൂത്രധാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ വളരെ കീ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം യൂനിസ് സർക്കാർ അല്ലെങ്കിൽ യൂനിസ് അമേരിക്ക സന്ദർശിച്ചപ്പോഴാണേലും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തോടൊപ്പം യൂനിസിനോടൊപ്പം ഈ ആലമും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ആലത്തിൻ്റെ ഈ വാക്കുകൾ അത് ഭാരതം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതിന് കൃത്യമായ താക്കീതും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവ വേട്ട ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പുരോഹിതനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. തരുൺ ചന്ദ്ര ദാസ് എന്നുള്ള ഒരു ഹിന്ദു പുരോഹിതനെയാണ് ബംഗ്ലാദേശിലെ നാറ്റോറിലെ കാശിംപൂർ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ശ്മശാനത്തിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ കൈയും കാലും ബന്ധിച്ച നിലയിലായിരുന്നു. തുടർന്ന് അവിടെ ഈ ശ്മശാനത്തിൽ മറ്റ് ശവസംസ്കാര ചടങ്ങുകൾക്കെത്തിയ ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. മാത്രമല്ല അവിടുത്തെ ക്ഷേത്രം ഏതാണ്ട് 3ഓളം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇസ്കോണിൻ്റെ ബംഗ്ലാദേശിലെ വക്താവാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് അവിടെ ഇപ്പോഴും ഹൈന്ദവ വേട്ട നിർദാക്ഷിണ്യം തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതേസമയം ബംഗ്ലാദേശിൻ്റെ സാമ്പത്തികമായി പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. 2022-23 കാലഘട്ടം പരിശോധിക്കുമ്പോൾ $19 മില്യൺ വ്യാപാരമായിരുന്നു ഭാരതവുമായി ബംഗ്ലാദേശ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം പരിശോധിച്ചാൽ അത് $2 മില്യൺ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭാരതത്തെ 96% ഭാരതത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 4367 കിലോമീറ്റർ വരുന്ന ബോർഡർ, അത് ഏറ്റവും കൂടുതൽ ബോർഡർ പങ്കെടുത്തത് ബംഗ്ലാദേശ് ഭാരതവുമായാണ്. മാത്രമല്ല വ്യാപാരത്തിൻ്റെ 96% ബംഗ്ലാദേശ് പങ്കിടുന്നത് ഭാരതവുമായാണ്. പഞ്ചസാര, അതേപോലെ തന്നെ കോട്ടൺ, ഇലക്ട്രോണിക് ഐറ്റം, സ്റ്റീൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഭാരതത്തിനെയാണ് ബംഗ്ലാദേശ് ആശ്രയിക്കുന്നത്. എന്നാൽ അവിടേക്കിപ്പോൾ ഉള്ള കയറ്റുമതി പൂർണ്ണമായും ഭാരതം വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത്.